ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഈ ഒരാളുടെ വലിപ്പം വെച്ചിട്ട് നോക്കും. നല്ല വലിപ്പമുള്ളൊരു നിർമ്മിതിയാണ്. ബീബി ഖാനം മോസ്ക് ഈ സമർക്കണ്ടിലൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരുകേട്ട ഒരു നിർമ്മിതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1399 ഇന്ത്യൻ ഭാഗത്ത് പടയോട്ടം നടത്തിയിട്ട് ഇന്ത്യ പിടിച്ചടക്കിയതിൻ്റെ സന്തോഷത്തിൽ തിരിച്ചെത്തിയിട്ടാണ് തൈമൂർ ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, സമർക്കണ്ടിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്. ഇത് കണ്ടോ, വെള്ളം കെട്ടി വന്നിട്ട് ഐസായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇത് കണ്ടോ, ഐസ് അങ്ങനെ തന്നെ കിട്ടും. ഈ കോംപ്ലക്സിലെ ഏറ്റവും വലിയൊരു പോർഷനാണ് ഈ കാണുന്നത്. ഇത് മോസ്കിൻ്റെ പ്രെയർ ഹാളായിരുന്നു. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എല്ലാ ഡോറും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു ബ്ലൂ ടർക്കോയിഷ് കളർ കോമ്പിനേഷൻ ഇല്ലേ, ഇത് വല്ലാത്തൊരു ലുക്കാണ് ഈ ഒരു കെട്ടിടത്തിന് കൊടുക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് കോമ്പിനേഷനാണത്. നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടുങ്ങിയൊരു വഴിയാണ്, പഴയ ചെറിയ റോഡാണ്. വീടുകളെല്ലാം പഴയ വീടുകളാണ്, എല്ലാം ഒരു പഴമയാണ്. ഇവിടെ നോക്കിയാൽ ഒരു പഴമയാണ്, ഒരു പുരാതനമായിട്ടുള്ളൊരു ലുക്കാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ നടന്ന് ബീബി ഖാനമിന് അടുത്തെത്താറായി. നമ്മൾ നടന്ന് സിയോ ബസാറിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല. നമ്മളിങ്ങനെ ബീബി ഖാനമിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്താണ് ഇതിൻ്റെ എൻട്രൻസ്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ കല്ലുകളുടെ ഇടയിൽ പലതരത്തിലുള്ള ടൈൽസ് പോലെയുള്ള, അത് ഇഷ്ടിക പോലെയുള്ളതാണോ അല്ല ടൈൽസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഇതാണ് ഈ ഒരു പാറ്റേണിലുള്ള ഈ ഡിസൈനാണ് ഇവരുടെ ഒരു പ്രത്യേകത, ഈ ഒരു യുണീക്കായിട്ടുള്ള ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകത. ഇത് നമ്മുടെ സിയോ ബസാറാണ്. നല്ല വലിപ്പമുള്ള മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ബീബി ഖാനമിൽ പോയതിന് ശേഷം നമുക്ക് മാർക്കറ്റിലോട്ട് പോകാം. നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഫ്രണ്ടിലുള്ള കമാനം. ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഈ ഒരാളുടെ വലിപ്പം വെച്ചിട്ട് നോക്കും. നല്ല വലിപ്പമുള്ളൊരു നിർമ്മിതിയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. 2 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇതാണ് ബീബി ഖാനം മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ്. 14-ാം നൂറ്റാണ്ടിൽ അമീർ തൈമൂറാണ് ഈ ഒരു മസ്ജിദ് ബീബി ഖാനമിൻ്റെ പേരിൽ, അതായത് പുള്ളിയുടെ വൈഫിൻ്റെ പേരിൽ പണിയുന്ന. ബീബി ഖാനം മോസ്ക് ഈ സമർക്കണ്ടിലൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരുകേട്ട ഒരു നിർമ്മിതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1399 പണി തുടങ്ങിയിട്ട് 1404 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. തിമൂർ സുൽത്താൻ്റെ ഭാര്യ സാറാ മുൽക്ക് ഖാനിമിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഈ രാജ്ഞിയെ ബീബി ഖാനം എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ബീബി ഖാനം മോസ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളതിൻ്റെ എൻട്രൻസിലെത്തി ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. വലിയ ആൾക്കാർക്ക് 30,000 സോമും കുട്ടികൾക്ക് 10,000 സോമുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു ഓപ്പൺ സ്പേസാണ്. ഒരു കോട്ട പോലെ 4 ഭാഗത്തും കെട്ടിടങ്ങളും നടുക്കൊരു ഓപ്പൺ സ്പേസും ഒക്കെയാണ്. നമ്മുടെ ഈ താജ്മഹലൊക്കെ ഇല്ലേ, അതിൻ്റെ മോഡലുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇവിടെ വലിയൊരു ഖുർആൻ്റെ കൈയെഴുത്ത് പ്രതി ഈ ചില്ലുകൂട്ടിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ഖുർആനുകളിലൊന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന ഖുർആനിൽ ഒരു റിപ്ലിക്കയാണ്, ഒരു കോപ്പിയാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഖുർആൻ നിലവിൽ താഷ്കണ്ടിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതതിൻ്റെ ഒരു പകർപ്പ് മാത്രമാണ്. ഈ ഖുർആൻ ഉസ്മാൻ ഖുർആൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഖുർആനുകളിലൊന്നാണ്. ഇസ്ലാമിൻ്റെ 3ാം ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ ആണ് ഈ തരത്തിലുള്ള ഖുർആൻ്റെ കൈയെഴുത്ത് പ്രതികൾ ഉണ്ടാക്കിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഇസ്ലാമിക പ്രചാരണത്തിനായിട്ട് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ സമർക്കണ്ടിലുള്ളത്. 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഖുർആൻ എഴുതിയതെന്ന് പറയപ്പെടുന്നത്.
ഖുർആനിലെ സൂക്തങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ്റെ ഒരുപാട് പകർപ്പുകൾ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലോട്ട് ഓരോ പകർപ്പ് അയച്ചതാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന അറബി ലിപിയായിട്ടുള്ള കുഫിക് ലിപിയിലാണ് ഈ ഒരു ഖുർആൻ എഴുതിയിരിക്കുന്നത്. പൊതുവെ ഇവിടെ അറിയപ്പെടുന്ന ഒരു കഥയുണ്ട്. അതായത് ഖലീഫ ഉദുമാനെ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തം ഈ ഖുർആനിൽ വീണിട്ടുണ്ട്. പ്രാദേശികമായിട്ട് അങ്ങനെ ഒരു വിശ്വാസം ഇവിടെയുള്ള ഇസ്ലാമിക വിശ്വാസികൾക്കുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ അന്ന് ഈ ബീബിഖാനം മസ്ജിദ് നിർമ്മിക്കുന്ന സമയത്ത് വേറെ ഏതോ സ്ഥലത്തുണ്ടായിരുന്ന ഈ ഖുർആനെ അന്ന് അമീർ തൈമൂർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്ഥാപിച്ചതായിരുന്നു. പിന്നീട് ആക്രമണങ്ങളിലൊക്കെ ഇത് തകർന്നു പോകുന്ന സമയത്ത് ഈ ഖുർആൻ നഷ്ടപ്പെട്ടു പോയി. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് വീണ്ടും ഈ ഖുർആനെ കണ്ടെത്തുകയും അതിനെ ഈ ബീബിഖാനം മോസ്കിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണമൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ഒറിജിനൽ കോപ്പി നാഷണൽ സ്റ്റേറ്റ് മ്യൂസിയത്തിലോട്ട് മാറ്റുകയും അതിന്റെ ഒരു റിപ്ലിക്ക ഇവിടെ ഈ ബീബിഖാനം മോസ്കിന്റെ ഈ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു ഡോം കാണുന്നുണ്ട്. അതുപോലെ ഇതാണ് നമ്മൾ വന്ന ഗേറ്റ്. ഇവിടെ ഒരു ഡോം കാണുന്നുണ്ട്. അതിനകത്ത് എനിക്കൊന്ന് മസ്ജിദാന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെയും ഒരു കമാനം കാണുന്നുണ്ട്. ഇവിടെ ഇതൊരു പഴയ മോസ്കിൻ്റെ ഫോട്ടോസാണിത്. ഈ ഫോട്ടോയിലൊക്കെ വ്യക്തമായിട്ട് ഈ മോസ്ക് തകർന്നു പോയതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. സിൽക്ക് റോഡിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഉള്ള സിയോബ് മാർക്കറ്റിൻ്റെ ഒരു ഫോട്ടോയാണിത്. ഈ സമയത്തൊക്കെ ഈ മോസ്കിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പൂർണ്ണമായിട്ടും ഒരു 90% തകർന്ന രീതിയിലാണുള്ളത്. അതിനുശേഷമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പുതുക്കി പണിയുന്നത്. ആ ഭാഗത്ത് ഒരു വലിയ ഡോമും കാണുന്നുണ്ട്. ഭീമാകരമായിട്ടുള്ള വലുപ്പമുള്ള നിർമ്മിതികളാണ് ഈ തെമരുഡ് വാസ്തുവിദ്യ പ്രകാരം വരുന്നത്. ഇത് വലിയൊരു നടുമുറ്റമാണ്. ഇവിടെ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. 1399 ഇന്ത്യൻ ഭാഗത്ത് പടയോട്ടം നടത്തിയിട്ട് ഇന്ത്യ പിടിച്ചടക്കിയതിൻ്റെ സന്തോഷത്തിൽ തിരിച്ചെത്തിയിട്ടാണ് തൈമൂർ ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, സമർഖണ്ഡിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്. ഈ അമീർ തൈമൂറിൻ്റെ ഭരണകാലത്ത് ഇതുപോലെയുള്ള ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമീർ തൈമൂറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു ബീബിഖാനം. അപ്പോൾ പുള്ളിക്കാരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മസ്ജിദ് കോംപ്ലക്സും. പിന്നെ ഇത് നമ്മുടെ താജ്മഹലിൻ്റെ ഒരു രീതിയിലാണ് ഇവിടെയുള്ള ഉസ്ബെക്കിസ്ഥാൻകാർ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് താജ്മഹൽ ഇതുപോലെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് പണിത ഒരു നിർമ്മിതിയാണ്. ഈ ഒരു നിർമ്മിതിയും അതുപോലെ അമീർ തൈമൂർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മളിപ്പോൾ നടന്നതിൻ്റെ ഏറ്റവും പുറകിലെത്തി. ഇതാണ് പുറകിൽ നിന്നുള്ള വ്യൂ. നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഇവിടെ വന്നാൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവുമെന്നറിയില്ല. നല്ല അസാധാരണമായിട്ടുള്ള വലുപ്പമുണ്ട് ഇതിന്. ഇത് കണ്ടോ, വെള്ളം കെട്ടി വന്നിട്ട് ഐസായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇത് കണ്ടോ, ഐസ് അങ്ങനെ തന്നെ ഉണ്ട്. ഈ കോംപ്ലക്സിലെ ഏറ്റവും വലിയൊരു പോർഷനാണ് ഈ കാണുന്നത്. ഇത് മോസ്കിൻ്റെ പ്രെയർ ഹാളായിരുന്നു. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാ ഡോറും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു ബ്ലൂ ടർക്കോഷ് കളർ കോമ്പിനേഷൻ ഇല്ലേ, ഇത് വല്ലാത്തൊരു ലുക്കാണ് ഈ ഒരു കെട്ടിടത്തിന് കൊടുക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് കോമ്പിനേഷനാണത്. ഇതിനകത്തോട്ട് പോകാനുള്ള ഒരു ഡോർ കാണുന്നുണ്ട്. പക്ഷേ അത് ലോക്കാണ്. എല്ലാം അന്നത്തെ കാലത്ത് കൊത്തിയുണ്ടാക്കിയ ചിത്രപ്പണികളാണ്. വളരെ ഷാർപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ട് കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇത് പല കളറ് പണ്ട് അന്ന് ചെയ്തെടുത്ത ടൈലുകളാണ്.
ഇതിൻ്റെ ഉള്ളിൽ പണ്ടുള്ള ആ ഒരു നിർമ്മിതി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. ഇങ്ങനെ പലതും ഈ പറഞ്ഞ പോലെ പല ഭൂകമ്പങ്ങളും ഭൂമി ഉൽക്കങ്ങളും ഒക്കെ കാരണം തകർന്നു പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടൊരു പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മാനത്തിൻ്റെ കാഴ്ച അതുപോലെ വളരെ നല്ല രസകരമായിട്ടാണ് ആ ഒരു ഡോം കാണുന്നത്. സെയിം നമ്മളവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ കുറേ കല്ലുകളൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും ശവകുടീരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല. അതൊക്കെ ഇവിടെ കുറേ കല്ലുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം അത് തന്നെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തും അതുപോലെ ചെറിയൊരു ഹാള് പോലെയാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മൾ ആ ഡോമിൻ്റെ താഴെയാണുള്ളത്. ഇപ്പം ഇത് ഈ ബീബി ഖാന മോസ്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അധികം നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബീബി ഖാനം മോസ്കിൻ്റെ കാഴ്ചകൾ കണ്ട് നേരെ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ് ഫ്രഷായിട്ട്. പിന്നെ വൈകുന്നേരം പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. ഇപ്പോൾ എനിക്കൊന്ന് രണ്ടര ആയിട്ടുണ്ട്. ഒരു 4 മണിക്ക് ശേഷം പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.